രാവിലെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലിയുടെ കൂടെ ചമ്മന്തിയാണ്. ഉച്ചയ്ക്ക് കറി വെക്കുന്നത് രാജ്മക്കറിയാണ്. സെയിം കടലക്കറി വെക്കുന്നത് പോലെ അത് വെക്കുന്നത്. തലേന്നേ കുതിർത്ത് വെക്കും. എന്നിട്ടത് രാവിലെ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കും. അച്ചാറിന് വാങ്ങിച്ച മീനിൻ്റെ കുറച്ച് മുള്ളും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് രാജ്മയ്ക്കകത്ത് ടൊമാറ്റോയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. മീൻകറിക്കായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും എല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ ഒക്കെ വഴന്ന് വന്നാൽ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് അതിലേക്ക് വെന്ത രാജ്മയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അരപ്പ് തിളച്ചോണ്ട് മീനൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്മയ്ക്കകത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർക്കണം. അപ്പം നമ്മുടെ രാജ്മക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കിന് ഇന്നലത്തെ ഇച്ചിരി മോരുകറി ഉണ്ടായിരുന്നു, കാബേജ് തോരൻ ഉണ്ടായിരുന്നു, നമ്മുടെ മീൻകറിയും രാജ്മക്കറിയും. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്, പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.